സ്കീമിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നേക്കുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കീമിൻ്റെ ഈ ഒരു റിസൾട്ട് വരാൻ വൈകുന്നതിൽ നിങ്ങൾ വിഷമിക്കുകയെന്ന് വേണ്ട, ഇത് നല്ലതിനാണ്. കാരണം എല്ലാ ബോർഡുകാർക്കും ഈക്വൽ പ്രയോറിറ്റി അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ട് ഒരു ഏകീകരണം നടത്താനുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കണത് കൊണ്ടാണ് അത് വൈകുന്നത്. സോ വെയിറ്റ് ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം കോവിഡിന് ശേഷമാണ് നമ്മളിപ്പോൾ കീമിൻ്റെ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവർക്ക് ഈ ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടിയാണെങ്കിൽ, ഇപ്പോൾ കീമിലും ഫുൾ മാർക്ക് +2നും ഫുൾ മാർക്ക് വാങ്ങിച്ചേക്കണ കുട്ടിയാണെങ്കിലും മറ്റ് ബോർഡിലെ കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് മാർക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ വളരെ വ്യത്യാസം വന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ 20 മാർക്കോ അതിൽ കുറച്ചും കൂടി കൂടുതലുള്ള മാർക്കിലാണ് വ്യത്യാസം വരണമെങ്കിലും ആ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അൺഫെയർ അല്ലേ? സോ അല്ലെങ്കിൽ തന്നെ പൊതുവെ ഒരു ടോക്കുണ്ട്, CBSEയിലെ കുട്ടികൾക്കൊക്കെ വെറുതെ +2ന് ഫുൾ A+ ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെയല്ല കേട്ടോ. CBSEയിലും നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം, ജയിക്കാൻ വേണ്ടി ഒരു ലിബറൽ വാലുവേഷൻ അവർ നടത്തണ്ടാവും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ഇത്ര പെർസെൻറ്റേജ്, ഒരു 80 or 90% ഉള്ള ഒരു കുട്ടിക്ക് കിട്ടിയെന്ന് കാണുമ്പോൾ അത് ഫുൾ A+ലേക്ക് ആവാനായിട്ട് വീണ്ടും ഒരു വെരിഫിക്കേഷനും വാലുവേഷനൊക്കെ നടന്നിട്ടാണ് ആ കുട്ടിക്ക് ആ ഒരു ഫുൾ A+ എന്നുള്ള മാർക്കിലേക്ക് എത്തുന്നത്. അല്ലാതെ അത് വെറുതെ കിട്ടുന്നതല്ല, അവർ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് തന്നെ വാങ്ങുന്ന മാർക്കാണ്. പിന്നെ നമുക്ക് NSSൻ്റെ ചില അങ്ങനെയൊക്കെയുള്ള ചില മാർക്കുകൾ, ഗ്രേഡ് മാർക്കുകൾ അല്ലെങ്കിൽ ഗ്രേസ് മാർക്കുകൾ വരുന്നുണ്ട് എന്നുള്ളതുള്ളൂ. അല്ലാതെ കിട്ടുന്നതെല്ലാം അവർ പഠിച്ച് വാങ്ങുന്ന മാർക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഇത് നമ്മൾ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിലുള്ള എല്ലാവർക്കും, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE ആണെങ്കിലും ICSE ആണെങ്കിലും ഒക്കെ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ന്യൂസ് നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഇപ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയില്ല, മാർക്ക് ഏകീകരണ ഫോർമുലയ്ക്ക് അംഗീകാരം, കീം ഫലം ഉടനെ തന്നെ വരും എന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂസ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ വായിക്കാം. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ആശ്വാസം നൽകി മാർക്ക് ഏകീകരണ ഫോർമുലയ്ക്ക് അംഗീകാരം കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കീമിൻ്റെ റിസൾട്ട് ഇവരിപ്പോൾ പുതുതായിട്ട് നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻസ് വന്നേക്കണതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ഏകീകരണം എന്നും അതിനുശേഷം റിസൾട്ട് വരുമ്പോൾ എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. എന്തായാലും കുട്ടികൾക്കുള്ള ആ ഒരു എല്ലാവരെയും ഈക്വലായിട്ട് പരിഗണിച്ചിട്ടുള്ള ഒരു ഇത് തന്നെയായിരിക്കും വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ന്യൂസ് ബാക്കിയും കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ആശ്വാസം നൽകി മാർക്ക് ഏകീകരണ ഫോർമുലയ്ക്ക് അംഗീകാരം, സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാർക്ക് നഷ്ടപ്പെടാത്ത വിധം തമിഴ്നാട് മോഡൽ മാർക്ക് ഏകീകരണം നടപ്പിലാക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. അതായത് തമിഴ്നാട് എങ്ങനെയാണോ അവരുടെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൗൺസിലിംഗ് കാര്യങ്ങൾക്ക് വേണ്ടി മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ നടത്തുന്നത്, ആ ഒരു രീതിയിൽ തന്നെ നടത്താനാണ് ഇപ്പോൾ നമ്മളുടെ കേരള ഗവൺമെൻറ്റും തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി 5 തരം മാറ്റങ്ങളാണ് സജഷൻ കൊടുത്തത്. 5 സജഷൻസ് കൊടുത്തു. അതിൽ ഒന്നാണ് എൻട്രൻസ് കമ്മീഷണർ സമർപ്പിച്ച ആ ഒരു ശുപാർശയിൽ നിന്ന് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചേക്കുന്നത്. അതായത് 5 സജഷൻസ് കൊടുത്തതിൽ നിന്ന് ഒരു സജഷൻസ് അതാണ് ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭാ യോഗം അംഗീകരിച്ചേക്കുന്നത്. ഹയർ സെക്കൻഡറി മാർക്കും കീമിൻ്റെ സ്കോറും ചേർത്താണ് നിലവിലെ ഏകീകരണം. എന്നാൽ ഈ രീതി കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയുന്നു എന്ന പരാതിയെ തുടർന്നാണ് മാറ്റം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 5 വർഷമായി കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ചു വരികയാണ്. ഹയർ സെക്കൻഡറിയിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളിലെ മാർക്കും കീമിൻ്റെ സ്കോറും ചേർത്താണ് ഈ ഏകീകരണം നടത്തുന്നത്. ഈ രീതിയിൽ CBSE വിദ്യാർത്ഥികളേക്കാൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് 15 മുതൽ 20 വരെ മാർക്ക് കുറയാൻ കാരണമാകുന്നു എന്നതാണ് വ്യാപക പരാതിക്ക് ഇടയാകുന്നത്. പറയുമ്പോൾ ഒരു 20 മാർക്കാണ്, പക്ഷെ ആ ഒരു മാർക്കിൻ്റെ ബേസിൽ നിങ്ങൾക്കറിയാം, ഒരു 0.55 മാർക്ക് വന്നാൽ പോലും എത്ര റാങ്ക് പിറകിലേക്ക് പോകും എന്നറിയോ?
കഴിഞ്ഞ വർഷം ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരു 56 അല്ലെങ്കിൽ അത്രയും ഒരു റാങ്ക്, അതിലധികം റാങ്കിൻ്റെ ഒരു വ്യത്യാസം തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിയും സ്റ്റേറ്റിലെ കുട്ടിയും CBSEയിലെ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. സോ അത് അൺഫെയർ അല്ലേ? അപ്പോൾ പരാതികൾ ശക്തമായതോടെ ഏകീകരണ ഫോർമുല പരിഷ്കരിക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഈ കീം എപ്പോഴും പറയാറുണ്ട്, ഈ സാധാരണക്കാരൻ്റെ ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ് എന്നുള്ളത്. കാരണം ഒരു സാധാരണക്കാരനായ കുട്ടിക്കും നല്ല രീതിയിൽ വലിയ കോച്ചിങ്ങിനൊന്നും പോവാതെ നല്ല രീതിയിൽ പഠിച്ചു പോരുവാണെങ്കിൽ നേടാൻ പറ്റുന്ന ഒരു എൻട്രൻസ് തന്നെയാണ് കീം എന്ന് പറയുന്നത്. ഇനി കുറേ ഫീസ് കോച്ചിങ് സെൻറ്റേഴ്സിനും അല്ലെങ്കിൽ കുറേ ഫീസ് അവിടെയും കൊടുക്കാതെ ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കീം എൻട്രൻസ് എഴുതാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള സ്റ്റേറ്റ് ബോർഡ് പഠിച്ചു വരുന്ന കുട്ടികൾക്കുള്ള ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അൺഫെയർ ആണ്. സോ ഇതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് പരാതികൾ ശക്തമായതോടെ ഏകീകരണ ഫോർമുല പരിഷ്കരിക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. മാർക്ക് ഏകീകരണത്തിൽ 5 തരം മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് വിദഗ്ധ സമിതി മാർച്ചിൽ റിപ്പോർട്ട് നൽകിയത്. നീറ്റ് ഫലം വന്ന് 3 ആഴ്ച കഴിഞ്ഞിട്ടും കീം ഫലം വരാത്തതിൽ വിദ്യാർത്ഥികൾ കടുത്ത ആശങ്കയിലായിരിക്കെയാണ് മാർക്ക് ഏകീകരണ ഫോർമുല സർക്കാർ അംഗീകരിച്ചത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കീമിൻ്റെ ഈ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് നമുക്ക് കിട്ടും. സോ നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. അത്ര വലിയ അൺഫെയർ ആയിട്ടൊരു കാര്യമൊന്നും ഇനി നടക്കാൻ സാധ്യതയില്ല. എല്ലാവരെയും ഈക്വലായിട്ട് പരിഗണിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ആർക്കും മാർക്ക് കുറയുകയും ചെയ്യരുത്, ആർക്കും മാർക്ക് കൂടുകയും ചെയ്യരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകണം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.